കളക്ഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്ന് മാമിന്റെ മുമ്പ് നിൽക്കും. ആ സമയത്ത് മാം പറയും പ്രസന്റ് യുവർ പേഷ്യന്റ് എന്നൊക്കെ പറയും. അപ്പം നമ്മൾ എന്നിട്ട് പേഷ്യന്റ് ഇന്ന ആള് പ്രസന്റഡ് വിത്ത് ഇന്ന കംപ്ലൈൻസ്, സ്മോക്കർ ഒന്നും അല്ല, വലിയ കഥയൊക്കെ അടിച്ചാക്കും. മാം നമ്മളോട് പറയും ഇവിടെ നിൽക്ക്, ഞാൻ പോയി ഒരു ഹിസ്റ്ററി എടുത്തിട്ട് വരാമെന്ന് പറയും. മാം ഒരു പോക്ക് വെക്കും ഹിസ്റ്ററി എടുക്കാനായിട്ട്. അന്നേരം അവർക്കില്ലാത്ത അസുഖങ്ങൾ ഉണ്ടാവില്ല. അതൊന്നാമത്തെ കാര്യം. അപ്പം ശരിക്കും നമ്മുടെ മൊമെന്റ് എന്തായിരിക്കും അറിയോ? ഇതായിരിക്കും നമ്മുടെ മൊമെന്റ്. ആ സമയത്ത് അവരെല്ലാ ഹിസ്റ്ററി മാമിനോട് പറയും. അവർ 15 വർഷമായിട്ട് പുകവലിച്ചിട്ടാണ് ഇപ്പൊ ഈ ആശുപത്രി കിടക്കുന്നതെന്നുള്ള കഥയൊക്കെ അവർ പറയും. നമ്മളോട് അവർ നേരെ വരും. എന്നിട്ട് നമ്മളോട് ചോദിക്കും താൻ എന്ത് ഹിസ്റ്ററിയാണോ എടുത്തത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഇയറില് ഞാൻ പഠിച്ച കോളേജില് ഫയൽ എടുത്ത് നോക്കാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പേഷ്യന്റിൽ നിന്നും എന്ത് കിട്ടുമോ ആ സെയിം സാധനം തന്നെ ടീച്ചേഴ്സിന് മുമ്പ് നമ്മൾ അത് പ്രസന്റ് ചെയ്യണം. അതപ്പം ടീച്ചേഴ്സ് ചോദിക്കും വാട്ട് ഡു യു തിങ്ക്, എന്തായിരിക്കും ഡയഗ്നോസിസ് എന്നൊക്കെ. അപ്പൊ നമ്മളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ തള്ളിയൊക്കെ മറിച്ചെന്നിരിക്കും. ചിലപ്പോൾ പറയുമ്പോൾ നമുക്ക് അറിയത്തില്ല എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. പിന്നെ എന്തിനാ വെറുതെ പേഷ്യന്റ് ഇവിടെ നടക്കുന്നുണ്ടാവും. മാം ചെന്ന് അവരോട് സംസാരിച്ച് വന്നിട്ട് ഒരൊറ്റ പറച്ചിലായിരിക്കും. Go away, stupid! In the house of my wife and daughter, you will not see any minute of the today.